അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നല്ല സുന്ദരൻ ചുവന്ന വാലുള്ള ഒരു തുമ്പിയെക്കുറിച്ചാണ്. ചുവന്ന തുമ്പിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ തുമ്പിക്ക് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണിഷ് കളറുള്ള ബോഡിയും നല്ല ട്രാൻസ്പെറൻറ്റ് ചിറകുകളും പിന്നെ നല്ല റെഡ് കളറിലുള്ള വാലുകളുമാണ്. അപ്പം നമ്മൾ മലയാളികൾ ഈ വാലുകൾ എന്ന് പറയുന്ന തുമ്പിയുടെ ആ ഭാഗം തന്നെയാണ് അതിൻ്റെ വയറ്. അതായത് തുമ്പിയുടെ വാലാണ് തുമ്പിയുടെ വയറ്. നമ്മൾ ഈ നൂലൊക്കെ കെട്ടി പറപ്പിക്കുമ്പോൾ അതിൻ്റെ നൂല് കെട്ടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലല്ല, അതിൻ്റെ വയറ്റിലാണ് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെ അഴിച്ചു വിട്ടാൽ പോലും അത് ജീവിക്കില്ല. അപ്പോൾ നിങ്ങൾ തുമ്പിയെ പിടിക്കുമ്പോൾ നിങ്ങൾ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല പിടിക്കണമെങ്കിൽ വാലിൽ പിടിക്കാതിരിക്കും. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ജീവിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഉപദ്രവിക്കാതിരിക്കും. അപ്പോൾ ഈ തുമ്പിയുടെ ഒരു ഇംഗ്ലീഷ് കോമൺ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈൻ ടഫ്റ്റഡ് സ്കിമ്മർ അല്ലെങ്കിൽ ബ്രൗൺ ബാക്ക്ഡ് റെഡ് മാർഷ് ഹോക്ക് എന്നൊക്കെയാണ്. തമിഴിൽ ഇതിനെ സെവൽ സതുപ്പൻ എന്ന് വിളിക്കാറുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഒരുപാട് റെഡ് കളറിലുള്ള തുമ്പികൾ ഉള്ളത് കൊണ്ട് ഏതിനെയാണ് എക്സാക്ട്ലി വിളിക്കുന്നതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ട് വിളിക്കുന്നതാണോ എന്നും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ തന്നെയാണ്, സ്പെഷ്യലി കേരള, തമിഴ്നാട്, കർണാടക, ഗോവ റീജിയൻസ്. പിന്നെ അത് കൂടാതെ ശ്രീലങ്കയിലും ചൈനയിലും ഇന്തോനേഷ്യയിലും പിന്നെ മലേഷ്യയിലും മ്യാൻമാറിലും ഫിലിപ്പൈൻസിലും തായ്ലാൻഡിലും വിയറ്റ്നാമിലും ഒക്കെ തന്നെ കണ്ടുവരുന്നുണ്ട്. ഇതിനെ മെയിനായിട്ടും കണ്ടുവരുന്നത് ചെറിയ അരുവികൾ, ചതുപ്പ്, കുളം, കായൽ, പാടം എന്നീ ഏരിയാസിലാണ്. അതായത് സ്ലോ മൂവിങ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ഉള്ള നല്ല വെജിറ്റേഷൻ ഉള്ള ഏരിയാസ്. അപ്പോൾ ഇതിൻ്റെയും ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ തുമ്പിയെ പോലെ തന്നെ എഗ്സ്, പിന്നെ നിംഫ്, പിന്നെ എമർജൻസ്, അഡൽസ് എന്നിങ്ങനെ 4 സ്റ്റേജുകളാണ്. അപ്പോൾ ഇത് ഈ മുട്ടകൾ ഇടുന്നത് അക്വാറ്റിക് പ്ലാന്റ്സിനും വെള്ളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ടാണ് ഇത് മുട്ടകൾ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിംസ് അക്വാറ്റിക് ആയിരിക്കും, അത് വേട്ടയാടിയാണ് കഴിക്കുന്നത്. പിന്നെ എമർജൻസ് എന്ന് പറഞ്ഞാൽ ഈ നിംസ് പുറമേലേക്ക് എന്ന് വെച്ചാൽ കരയിലേക്ക് കയറുന്ന ഒരു സ്റ്റേജാണ്. അതിനുശേഷം ചിറകൊക്കെ വന്ന് അഡൽസ് ആവും. അപ്പോൾ നേരത്തെ ഈ തുമ്പികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ചെറിയ ഇൻസെക്ട്സിൻ്റെ, അതായത് ചെറിയ പ്രാണികളുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇവ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവർ കാർണിവോറസ് ആണ്, കൂടുതലായിട്ടും കഴിക്കുന്നത് നമ്മുടെ കൊതുകുകളെയും ഈച്ചകളെയും ഒക്കെയാണ്. ഇവരുടെ അപാര കാഴ്ചശക്തിയും ക്വിക്ക് മൂവ്മെൻറ്റ്സും വെച്ചിട്ടാണ് ഇവർ ഇരയെ വേട്ടയാടുന്നത്. അത് എയറിൽ തന്നെ നിന്നാണ് വേട്ടയാടുന്നത്. ഇവരുടെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നതായിട്ടുള്ള നിംസും കഴിക്കുന്നത് ഈ കൊതുകുകളുടെ ലാർവേനും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകുകളുടെ കൺട്രോളിന് ഇവരൊരു പ്രധാന ഘടകം തന്നെയാണ്. മറ്റുള്ള ജീവികൾ ഇതിനെ വേട്ടയാടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, പിന്നെ പെട്ടെന്ന് ഇവർക്ക് ഹെലികോപ്റ്റർ പൊങ്ങുന്നതും താഴുന്നതും പോലെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാനും പറ്റും. പിന്നെ ഇവരുടെ ഒരു അപാര കാഴ്ചശക്തിയും അതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവരുടെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെക്ട് കൺട്രോൾ ആണ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും മോസ്കിറ്റോ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. വെറ്റ്ലാൻഡിൻ്റെ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വർഗ്ഗമാണ് ഈ തുമ്പികൾ എന്ന് പറഞ്ഞത്. 2010 ഇതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കര സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ IUCN ലീസ്റ്റ് കൺസേൺഡ് ആയിട്ടാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തത്. ഇനി ഇവരുടെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എടുത്താൽ തുമ്പികൾ മൊത്തത്തിൽ കുട്ടിപ്പാട്ടുകളിലും കുട്ടിക്കഥകളിലും നാടോടി കഥകളിലും സിനിമാ പാട്ടിലും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ്. ഇത്രയും പറഞ്ഞതിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഈ തുമ്പിയുടെ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ തുമ്പികൾ ഇൻസെക്ട് ക്ലാസ്സിൽ പെടുന്ന ലിബല്യൂലിയുടെ ഫാമിലിയിൽ പെടുന്ന തുമ്പികളാണ്. ഇതിന്റെ സ്പീഷീസിന്റെ പേരാണെങ്കിൽ ഓർത്രേറ്റം ക്രൈസിസ് എന്നാണ്. ആ പേര് നിർണ്ണയിച്ചേക്കുന്നത് 1891 സെലിസ് ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തുമ്പി മെയിലാണ്. അതിന്റെ തന്നെ ഫീമെയിൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ അതിന്റെ ഈ അബ്ഡോമിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓറഞ്ച് കളറിലാണുള്ളത്. മെയിൽസിന്റെ ആണെങ്കിൽ നല്ല ഡാർക്ക് ബ്ലഡ് റെഡ് കളറിലാണുള്ളത്. പിന്നെ അതിന്റെ ബോഡി പാർട്ട്, മെയിൽസിന്റെ ബോഡി പാർട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. നല്ല ഭംഗിയാണ് മെയിൽസിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. പക്ഷേ ഫീമെയിൽസിന്റെ കാണുകയാണെങ്കിൽ ഒരു പച്ചയ അല്ലെങ്കിൽ ഒരു മഞ്ഞ കലർന്ന ഒരു ബ്രൗൺ ആണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. രണ്ടിന്റെയും ചിറകിന്റെ തുമ്പത്തായിട്ട് ബ്ലാക്ക് മാർക്കിങ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ആ ചിറക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ആംബർ കളർ മാതിരി ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് തുമ്പികളൊന്നും മുട്ടയിടുന്നത് കാണാം. മുട്ടയിടുന്നത് ഇതുപോലെയാണ്. വെള്ളത്തിലേക്ക് ഇങ്ങനെ തട്ടി തട്ടി ആ മുട്ട അവിടെ വെള്ളത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള എന്തെങ്കിലും ഒരു വെജിറ്റേഷനിലോ പ്ലേസ് ചെയ്യാണ്, അതായത് അക്വാറ്റിക് പ്ലാന്റ്സിൽ പ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.